8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ സ്റ്റോർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടപ്പിച്ചു. മെഡിക്കൽ സ്റ്റോർ ഉടമയെ അറസ്റ്റ് ചെയ്യാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ഖദീജ മെഡിക്കൽ സ്റ്റോർ തുറന്നെങ്കിലും പ്രതിഷേധവുമായി എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കട അടപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ സ്റ്റോർ ഉടമയെ അറസ്റ്റ് ചെയ്യാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ പറഞ്ഞു. ഈ അനിഷ്ട സംഭവമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുഞ്ഞിന്റെ പൂർണ്ണമായ ചികിത്സ എന്താ പറയാ മെഡിക്കൽ ഷോപ്പിന്റെ ഉടമ വഹിക്കുക, അതുപോലെ ആ കുടുംബത്തിന് വേണ്ട ധനസഹായം കൊടുക്കുക. പിന്നെ ഇനി മെഡിക്കൽ ഷോപ്പ് തുറക്കുമ്പോൾ കൃത്യമായി എല്ലാ ഫാർമസിസ്റ്റുകളെയും നിർത്തിക്കൊണ്ട് മാത്രം, അല്ലാതെ വഴിയെ പോകുന്ന ആളുകളെ മെഡിസിൻ എടുത്തു കൊടുക്കാൻ വേണ്ടി ആ ഷോപ്പിൽ നിർത്തരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അന്ന് ആ ഷോപ്പ് അടപ്പിച്ചത്. പക്ഷെ 2 ദിവസങ്ങൾക്ക് ശേഷം ആ ഷോപ്പ് ഇന്ന് രാവിലെ തുറന്നപ്പോൾ ആ ഷോപ്പിന്റെ അകത്ത് 4 ജീവനക്കാരുണ്ടായിരുന്നു. കൃത്യമായ ഫാർമസിസ്റ്റുകളെ നിർത്താതെയാണ് വീണ്ടും ആ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓണർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ മൊഴിയെടുക്കാനോ ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ പോലീസുകാർ തയ്യാറായിട്ടില്ല. വ്യാഴാഴ്ച ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വെള്ളിയാഴ്ച കട തുറന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് കൺട്രോൾ ബോർഡും ആരോഗ്യവകുപ്പും സ്റ്റോറിൽ പരിശോധനയും നടത്തിയിരുന്നു. ജെയ്സൺ പരിയാരം, വിജേഷ് മാട്ടൂൽ, ഷമീർ മടക്കര, യാസിൻ പുതിയങ്ങാടി, നിവേദ് വെങ്ങര തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.